Greetings in the matchless name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Today the Lord has put a word in my heart ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം തന്നിരിക്കുന്നു. that his sheep should hear his voice. അതെന്തെന്നാൽ തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കണമെന്നുള്ളതാകുന്നു. My desire today is that the Lord will open up a new realm for you, that you will be able to hear his voice more accurately. ഇന്നെൻ്റെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ കർത്താവ് പുതിയതായിട്ട് ഒരു ആത്മീയ തലം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തുറക്കും. അതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം ഇനി മുതൽ കേട്ടു തുടങ്ങും എന്നുള്ളതാണ്. So let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Abba Father, Lord, I just commit everyone who is here and watching online. കർത്താവെ, ഇവിടെ ആയിരിക്കുന്നവരെയും ഓൺലൈനിൽ ഞങ്ങളെ ശ്രവിക്കുന്നവരെയും കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിലാക്കുന്നു. It is your desire that they hear your voice. കർത്താവെ, നിന്റെ ആഗ്രഹമാകുന്നു ഇവർ നിന്റെ ശബ്ദം കേൾക്കണം എന്നുള്ളത്. And I just pray that all fears and all hindrances will be pushed aside today. കർത്താവെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള ഭയവും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഇന്ന് മാറ്റിവെക്കും. And they will start hearing your voice confidently. അവർ നിന്റെ ശബ്ദം ഇന്നു മുതൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ തുടങ്ങും. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. Amen. John chapter 10 verses 1 to 3 says, "Most assuredly I say to you, he who does not enter the sheepfold by the door, but climbs up some other way, the same is a thief and robber. But he who enters by the door is the shepherd of the sheep. To him the doorkeeper opens, and the sheep hear his voice, and he calls his own sheep by name and leads them out." യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. So he says, truly, truly listen to me. ഇവിടെ കർത്താവ് പറയുന്നത്, ആമേൻ ആമേൻ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. What is the context? If we see in chapter 9, we see how Jesus has healed a blind person. ഇതിന്റെ പശ്ചാത്തലം എന്തെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ഒരു കുരുടനെ സൗഖ്യമാക്കുന്നുണ്ട്. And then the religious leaders come to him and said, "Who healed you?" And he says, "Jesus healed me." അവിടെ മതപുരോഹിതന്മാർ ഈ വ്യക്തിയോട് ചോദിക്കുന്നു, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അപ്പോൾ ആ വ്യക്തി പറയുന്നു, യേശു ആകുന്നു എന്നെ സൗഖ്യമാക്കിയത്. And they go to his parents and say, ask them who healed him. And they said, "He is of age, ask him," because they were scared. ഈ മതപുരോഹിതന്മാർ മാതാപിതാക്കളോട് ചോദിക്കുന്നു, ആരാകുന്നു ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്ന? അപ്പോൾ ആ മാതാപിതാക്കന്മാർ പറയുന്നു, അവന് പ്രായമുണ്ടല്ലോ, നിങ്ങൾ അവനോട് തന്നെ ചോദിച്ചുകൊള്ളുക എന്നുള്ളത്. And then the religious leaders come back to him and say, ask him again. And they said, "I've told you everything about him." അപ്പോൾ ആ മതപുരോഹിതന്മാരോട് ആ കുരുടൻ പറയുന്നു, ഞാൻ എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് നിങ്ങളോട് എല്ലാം പറഞ്ഞുവല്ലോ. And they expel him out of the synagogue. പക്ഷേ അവനെ ആലയത്തിൽ നിന്ന് അവർ പുറത്താക്കുകയാകുന്നു. And then Jesus goes in search of him and says, do you believe in the Son of God? അപ്പോൾ യേശു ആ മനുഷ്യനെ പോയി കണ്ടെത്തി അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിനക്ക് ദൈവപുത്രൻ ആരാകുന്നു എന്ന് അറിയുന്നു എന്ന്. And he says, "I don't know." അപ്പോൾ ആ വ്യക്തി പറയുന്നു, എനിക്ക് അറിയില്ല എന്നുള്ളത്. And then Jesus says, "I am he." അപ്പോൾ യേശു പറയുന്നു, ഞാനാകുന്നു ദൈവപുത്രൻ എന്ന്. And it's in that context that the Lord is saying that there are many who are coming who are here to misdirect you. ഈ ഒരു പശ്ചാത്തലത്തിലാവുന്നു യേശു പറയുന്നത്, പലരും നിങ്ങളെ വഴി തെറ്റിക്കാനായിട്ട് വരുമെന്നുള്ളത്. But the true shepherd, he is the one who goes after you and keeps you back into the fold. ഒരു നല്ല ഇടയൻ, യഥാർത്ഥ ഇടയനാകുന്നു തൻ്റെ ആടുകളുടെ പുറകെ പോയി അവരെ പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത്. So in Israel, in those days, in a fold, they used to keep sheep of 2 or 3 shepherds. അന്നത്തെ കാലത്ത് ഇസ്രായേലിലാണെങ്കിൽ ഒരു കൂട്ടം ആടുകൾ, പല ആൾക്കാരുടെ കൂട്ടം ആടുകളെ ഒരു പറ്റമായിട്ട് വെക്കാറുണ്ടായിരുന്നു. So after they've taken them from grazing, they'll bring them into the fold, and a doorkeeper would be there to keep watch over them in the night. അപ്പോൾ പകൽ മുഴുവൻ ഈ ആടുകൾ മേയിച്ചു കഴിഞ്ഞ് രാത്രി ഇവരെ പല വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ഇവരെ ഒരു കൂട്ടമായിട്ട് രാത്രിയിൽ ഒരിടത്ത് വരികയും അവിടെ ഇവരെ കാവൽക്കാരനായിട്ട് ഒരു വ്യക്തി ഉണ്ടാവുകയും ചെയ്യും. And in the morning the various shepherds would come, and they would each have a distinct call. അപ്പോൾ രാവിലെ ഈ പല ആടുകളുടെ അവരവരുടെ ഉടമസ്ഥർ ഇവിടെ വരികയും അവർക്ക് പ്രത്യേകതരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. And the sheep would follow only their shepherd.
ആ പ്രത്യേകതരമായ ശബ്ദം കേൾക്കുമ്പോൾ അതാത് ഉടമസ്ഥന്റെ ആടുകൾ മാത്രമേ ആ ഉടമസ്ഥന്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. And that is the picture that Jesus is painting here. ഈ ഒരു പിക്ചർ ആകുന്നു യേശു ഇവിടെ പറയുന്നത്. He said, "My sheep, they know my voice." യേശു പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന്. And I lead them out. ഞാൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോകും. And that verse, that word here, to hear, is aku in Greek, which we get the word acoustics. ഇവിടെ കേൾക്കുക എന്ന് പറയുന്ന വാക്ക് വരുന്നത് അക്വ എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾക്ക് അക്വസ്റ്റിക് എന്നുള്ളൊരു വാക്ക് കിട്ടുന്നത്. It is to hear properly. അത് ശരിയായി ശ്രദ്ധയോട് കേൾക്കുക എന്നാണ് അതിനർത്ഥം. It is to hear God's voice to the point that you have enough faith to follow him. അത് ശ്രദ്ധയോടെ കേൾക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം വരുന്നത് വരെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക. And the Hebrew word for hear is shama. ഇതിലിവിടെ എബ്രായ പദം ഇതിന്റെ അർത്ഥം ക്ഷമ എന്ന് പറയുന്ന ഒരു പദമാകുന്നു. It means to listen and obey. അതിന്റെ അർത്ഥം കേട്ട് നിങ്ങൾ അനുസരിക്കുക എന്നുള്ളതാകുന്നു. So the sheep not only hear the voice, but they have enough faith to obey him. അപ്പോൾ ഈ ആടുകൾ കേൾക്കുക മാത്രമല്ല, അവർക്ക് അവരുടേതായ ഒരു വിശ്വാസമുണ്ട്, അത് കേട്ട് അനുസരിക്കുവാൻ തക്കവണ്ണം. And verse 4 and 5 says, "And when he brings out his own sheep, he goes before them, and the sheep follow him, for they know his voice. Yet they will by no means follow a stranger, but will flee from him, for they do not know the voice of a stranger." 4-ാമത്തെയും 5-ാമത്തെയും വാക്യം ഇങ്ങനെ വായിക്കുന്നു, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. So they know his voice. അപ്പോൾ ഈ ആടുകൾക്ക് തന്റെ ശബ്ദം, ഉടമസ്ഥന്റെ ശബ്ദം കേൾക്കാം. The word know is a Greek word edo. ഈ അറിയാം എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം എയ്ഡോ എന്ന വാക്കാകുന്നു. It is a gateway to grasp a spiritual truth from a physical plane. അപ്പോൾ ബാഹ്യമായി കാണുന്ന ഒന്നിൽ നിന്ന് നമ്മുടെ ആത്മീയമായ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാതിലാകുന്നു ഈ എയ്ഡോസ് എന്ന് പറയുന്നത്. There is a physical stimulation of your senses, either your hearing and your seeing. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ ആയിട്ടുള്ള ബാഹ്യമായ ഒരു കാര്യത്തിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതുണ്ട്. And that establishes a spiritual truth that this is the one I need to follow. അങ്ങനെ നമ്മൾ കേൾക്കുന്നതിനെയും കാണുന്നതിനെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയമായ ഒരു സത്യം നമ്മൾക്ക് മനസ്സിലാകുന്നു, ഇതാകുന്നു സത്യം എന്നുള്ളത്. Unless we hear his voice, how can we follow him? നമ്മൾ അവന്റെ ശബ്ദം കേട്ടില്ല എങ്കിൽ അവനെ എങ്ങനെ നമുക്ക് അനുഗമിക്കാൻ പറ്റും? Throughout the word, we know how the Lord has spoken to his people. നമ്മൾക്ക് വചനത്തിലുടനീളം കാണാം ദൈവം തന്റെ ജനത്തിനോട് സംസാരിച്ചിരുന്നത്. In the book of Genesis, he's speaking to Adam and Eve. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദാമിനോടും ഹവ്വയോടും താൻ സംസാരിക്കുന്നുണ്ട്. So we know that after they sin, how the Lord goes behind them. നമുക്കറിയാം അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ പുറകെ പോയി. In Genesis 3:8-10 it says, "And they heard the sound of the Lord God walking in the garden in the cool of the day, and Adam and his wife hid themselves from the presence of the Lord God among the trees of the garden. Then the Lord God called to Adam and said to him, 'Where are you?' So he said, 'I heard your voice in the garden, and I was afraid because I was naked and I hid myself.'" ഉൽപ്പത്തി പുസ്തകം 3:8-10 വരെ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, "നീ എവിടെ?" എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ടും ഭയപ്പെട്ട് ഒളിച്ച് എന്നവൻ പറഞ്ഞു. So there was a habit by which the Lord would walk in the garden, but he also used to speak as he walked. Because here it says, "I heard your voice in the garden." അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ദൈവം അവരുടെ കൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം. പക്ഷെ അപ്പോഴൊക്കെ ദൈവം സംസാരിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർ പറഞ്ഞു എന്റെ ശബ്ദം കേട്ടു എന്നുള്ളത്. Just imagine the creator of heaven and earth just wanting to talk to Adam and Eve. നമ്മൾക്ക് ഒന്ന് ആലോചിച്ചാട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആദാമിനോടും ഹവ്വയോടും സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. He wants to talk to each one of you. നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Then later in the Old Testament we see how he speaks to specific leaders and prophets. നമുക്ക് പഴയ നിയമത്തിൽ കാണാം എങ്ങനെ ദൈവം തന്റെ നേതാക്കന്മാരോടും പ്രവാചകന്മാരോടും ഒക്കെ സംസാരിച്ചിരുന്നു എന്നുള്ളത്. God spoke to Moses face to face as a man speaks to his friend. മോശയോട് ദൈവം സംസാരിച്ചിരുന്നത് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. Samuel as a young boy hears God's voice, but during that time the voice was hardly heard.
ബാലനായിരുന്ന ശമൂവേൽ ദൈവശബ്ദം കേട്ടു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യഹോവയുടെ ശബ്ദം കേൾക്കുന്നത് വളരെ കുറവായിരുന്നു. We're all familiar with the story where he's in the temple sleeping, and suddenly the voice, Samuel, Samuel comes, and he runs to Eli and asks, Sir, did you call me? നമ്മൾക്ക് ഈ ഒരു കഥ അറിയാം. ആലയത്തിന്റെ മുമ്പിൽ ശമൂവേൽ ആലയത്തിനുള്ളിൽ ശമൂവേൽ ബാലൻ ഉറങ്ങുന്നതും രാത്രിയിൽ യഹോവയുടെ ശബ്ദം കേൾക്കുന്നതും മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോഴും തൻ്റെ യജമാനനായ ഏലിയെ അടുത്ത് പോയി സംസാരിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. And the third time Eli realizes it is the Lord. Go down and say that, tell them, as soon as you hear it, say, speak, for your servant hears. അപ്പം മൂന്നാമത്തെ തവണ ഏലി പറയുന്നുണ്ട്, അത് യഹോവയായിരിക്കും, ആണ്, നീ പോയി സംസാരിക്കുമ്പോൾ, ഇനി കേൾക്കുമ്പോൾ നീ പറയണം, അടിയൻ ഇതാ, നീ സംസാരിച്ചാട്ടെ എന്നുള്ളത്. And in 1 Samuel 3:10 it says that, now the Lord came and stood and called as at other times, Samuel, Samuel, and Samuel answered, speak to you, for your servant hears. 1 ശമൂവേൽ 3:10 ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. So till then it was probably the audible voice, but that time the Lord is standing there in a vision and he's saying, Samuel, I'm here, listen to me. അതുവരേക്കും ഒരു ശബ്ദമായിരുന്നു കേട്ടത്. പക്ഷെ ഇപ്പോൾ ശമൂവേലിന്റെ മുമ്പിൽ യഹോവ വന്ന് നിന്നിട്ടാണെന്ന് പറയുന്ന ശമൂവേലേ എന്ന് വിളിക്കുന്നതും ശമൂവേൽ പറയുന്ന, അടിയൻ ഇതാ കേൾക്കണമേ എന്ന് പറയുന്നു. But we are so blessed, for we have the Holy Spirit who lives in us. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. Pastor TB sharing about that we are not orphans, but the Holy Spirit is in us, is so in tune with what I'm sharing today. പാസ്റ്റർ ടി ബി ഇന്ന് മിനിസ്ട്രിംഗ് ടൈമിൽ പറഞ്ഞു, നമ്മൾ അനാഥരല്ല, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വചനവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമായിരുന്നു അത്. Why would God give us the Holy Spirit if He wasn't to speak to us? നമ്മളോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എന്തിനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ യേശു തന്നത്? John 16:13 says, however, when He, the Spirit of truth, has come, He will guide you into all truth, for He will not speak on His own authority, but whatever He hears, He will speak, and He will tell you things to come. യോഹന്നാന്റെ സുവിശേഷം 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. How many of you want to know the things to come? നിങ്ങളിൽ എത്ര പേർക്ക് വരുവാനുള്ള കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്? Just only 1 or 2 people lifted their hands. So I guess the rest of you are okay, live each day as it comes. But at least that desires there, when you pray, I want to know, Lord, what to do the next day. Show me, Lord, how to go. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. So the Holy Spirit is there to tell us that. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് അതൊക്കെ പറഞ്ഞു തരാനാകുന്നു. And then Jesus goes on to say in John 10:14-16, I am the good shepherd and I know my sheep. യോഹന്നാന്റെ സുവിശേഷം 10 തന്നെ 14-16 പറയുന്നു, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും and I am known by my own. As the Father knows me, even so I know the Father, and I lay down my life for the sheep. And other sheep I have, which are not of this fold, them also I must bring, and they will hear my voice, and there will be one flock and one shepherd. അപ്പോൾ ഞാൻ നല്ല ഇടയൻ, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെല്ലാം ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടും കൂട്ടവും ഒരിടയനും ആകും. The shepherd gave his life for us. ഈ നല്ല ഇടയൻ തൻ്റെ ജീവൻ നമ്മൾക്ക് വേണ്ടി തന്നവനാകുന്നു. Aren't we ready to follow him, whatever come what may? എന്ത് വന്നാലും അവനെ പിൻഗമിക്കുവാൻ നമ്മൾ റെഡിയല്ലേ? And he says that he is going to bring others. That is, he was talking to the Jews. He said, I'm going to bring the others, the Gentiles in. And so they all will be in one flock and there will be one shepherd. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരോടാണ് പറയുന്നത്. ജാതികളെയും കൂടെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരും, എല്ലാവരും ഒരു ആട്ടും കൂട്ടമായി മാറും എന്നുള്ളത്. What is the common factor binding this flock?
ഈ ഒരു കാര്യത്തിനെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താകുന്നു? They all hear the shepherd's voice. ഈ ജാതികളും യഹൂദന്മാരും ഒരുപോലെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. I think the body of Christ is going to be held together because by the fact that they all hear God's voice. ഈ കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഒരുമിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോഴാകുന്നു. Okay, so I'm going to deal some things about what Jesus said. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ പറയുകയാണ്. If you are his sheep, you need to hear his voice. നിങ്ങൾ അവന്റെ ആടുകൾ ആണെങ്കിൽ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുക തന്നെ വേണം. Tell your neighbor you need to hear his voice. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് സംസാരിച്ചാട്ടെ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കണം എന്നുള്ളത്. As a young believer, I heard other believers said, we heard this, we heard that, and I was thinking, what are they hearing? ഒരു ചെറിയ വിശ്വാസത്തിൽ വന്ന സമയത്ത് പലരും ഞാനിതിനെ കേട്ടു അങ്ങനെ കേട്ടു എന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു കൗതുകമായിരുന്നു, എന്താണ് ഇവർ കേൾക്കുന്നതെന്ന്. And I would sit in the presence of the Lord and just probably for 20 minutes and probably sleep off. ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കും, ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. So I was thinking that okay, it will be a strong, powerful, every time you would have a powerful encounter with God. ഞാൻ എപ്പോഴും വിചാരിക്കും കർത്താവിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്നുള്ളത്. It's been a long journey from then. അവിടെ നിന്ന് ഒരു വലിയൊരു യാത്ര തന്നെയായിരുന്നു. But now I know my master's voice. ഇപ്പോൾ എനിക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാം എന്ന് എനിക്കറിയാം. I pray for you young people here. If you are not sure about God's voice, I tell you the Lord wants to speak to you, for you are his sheep. ഞാൻ ഇവിടുത്തെ യൗവനക്കാരോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കൽ പോലും കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ല എങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ആടിനെ പോലെ നിങ്ങളോട് സംസാരിക്കും. An unbeliever may not be able to comprehend the things that he says. ഒരു അവിശ്വാസിക്ക് ദൈവം പറയുന്നത് കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. John 8:47 says, "He who is of God hears God's words. Therefore you do not hear because you are not of God." He's telling this to the Pharisees. യോഹന്നാൻ 8:47 ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായ കൊണ്ട് കേൾക്കുന്നില്ല. When you were born again, your spirit was renewed. നമ്മൾ എപ്പോൾ രക്ഷയിൽ വന്നപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. How many of you here are born again? ഇവിടെ എത്ര പേര് രക്ഷയിൽ വന്നിരിക്കുന്നവരാണ്? You have a spirit that connects with his spirit and can hear him continuously. നിങ്ങൾക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് പരിശുദ്ധാത്മാവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാകുന്നു കർത്താവിന്റെ വാക്ക് നമ്മൾക്ക് എപ്പോഴും ശ്രവിക്കാൻ പറ്റുന്നത്. In the New Testament, we see how in the Acts of Apostles, he spoke to the apostles. The Holy Spirit guided them every step of the way. നമ്മൾക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണാം എങ്ങനെ ആകുന്നു കർത്താവിന്റെ ശബ്ദം കേട്ട് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത്. In Acts chapter 8, we read about Philip, a deacon, an angel comes and says, "Go and speak to an Ethiopian eunuch," and he shares the gospel with him. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ ഒരു മൂപ്പനായ ഫിലിപ്പോസിനോട് എങ്ങനെയാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്, നീ പോയി ഒരു എത്യോപ്യനായ ഷണ്ഡനോട് സംസാരിച്ച് സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളത്. So it's not just to apostles, but to every believer the Holy Spirit speaks. അപ്പോൾ അപ്പോസ്തലന്മാരോട് മാത്രമല്ല എല്ലാ വിശ്വാസികളോടും കർത്താവ് It's സംസാരിക്കുന്നുണ്ട്. not just to pastors. പാസ്റ്റർമാരോട് മാത്രമല്ല, It's to each one of you. നമ്മൾ ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുന്നു. And Philip, speaking to that Ethiopian, would have changed the country because he was a high-ranking official. ഫിലിപ്പോസ് ഈ എത്യോപ്യനോട് സംസാരിച്ചപ്പോൾ നിശ്ചയമായും ആ ദേശത്തിന് തന്നെ രൂപാന്തരം ഉണ്ടായിരിക്കാം, കാരണം അത്രയും വലിയൊരു പദവിയിൽ ഇരുന്ന ഒരു വ്യക്തിയോടാണ് സുവിശേഷം So പങ്കുവെച്ചത്. tell your neighbor, the sheep need to hear his voice. നിങ്ങൾ അടുത്തുള്ളവരോട് പറഞ്ഞാട്ടെ, ആടിന് തന്റെ ഇടയന്റെ ശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. Secondly, God is always speaking. രണ്ടാമത്തത് ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. See, radio waves are always present here ഇവിടെ റേഡിയോ തരംഗങ്ങളുണ്ട് in the atmosphere. ഈ അന്തരീക്ഷത്തിൽ. But it's only when you switch on your radio and tune it to it that you get the waves. പക്ഷെ നമ്മൾക്ക് റേഡിയോ അത് ഓൺ ചെയ്ത് ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. The same way we need to tune ourselves to what God is speaking. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ട്യൂൺ ചെയ്യണം കർത്താവിൽ നിന്ന് ശബ്ദം കേൾക്കുവാനായിട്ട്. Some people has tried to establish that God doesn't speak anymore. ചില വ്യക്തികൾ ഇപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് സംസാരിക്കുന്നത് നിർത്തി സംസാരിക്കുന്നില്ല എന്നുള്ളത്. But from Genesis to Revelation, we see that he is always speaking. പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു In എന്നുള്ളത്. Revelation, he says, "And the Spirit and the bride say, Come." വെളിപ്പാടിൽ പറയുന്നു ആത്മാവും മണവാട്ടിയും പറയുന്നു വന്നാട്ടെ എന്നുള്ളത്. He is still talking to his bride. ഇപ്പോഴും തന്റെ സഭയാവുന്ന മണവാട്ടിയോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But to hear his voice, we need to draw near to him.
പക്ഷേ നമ്മൾ തൻ്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് അടുത്ത് തന്നെ വരണം. James 4:8 says, "Draw near to me and I will draw near to you." യാക്കോബിന്റെ ലേഖനം 4:8 പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. If you have a desire, you will hear him. നമ്മൾക്ക് ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവന്റെ ശബ്ദം കേൾക്കും. God speaks in different ways. ദൈവം പല രീതിയിൽ നമ്മളോട് I സംസാരിക്കുന്നുണ്ട്. know in the 1, 2, 3 discipleship, all of you may be familiar, quite a few of you are familiar with that, but I just thought we have to keep on revising. 1, 2, 3 ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം ചെയ്തവർക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. He speaks through an inner voice, through the word of God, dreams, visions, prophecy, audible voice, through angels, that is supernatural ways, or through others, godly counsel. അപ്പോൾ ആന്തരികമായ ശബ്ദത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ദൈവവചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, പ്രവചനത്തിലൂടെ, അതുപോലെ കേൾക്കുന്ന ശബ്ദത്തിലൂടെ, ദൂതന്മാരിലൂടെ, പ്രകൃതിയിലൂടെ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. What are the different voices we hear? നമ്മൾ കേൾക്കുന്ന വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? We have our voice. നമ്മളുടേതായിട്ടുള്ള ശബ്ദമുണ്ട്. We have the Holy Spirit speaking to us. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശബ്ദമുണ്ട്. The enemy putting in unnecessary thoughts. ശത്രു നമ്മുടെ ഉള്ളിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് ഇട്ട് And we have so many external voices. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങളുണ്ട്. We need to learn how to understand his voice. Decipher. നമ്മൾ പഠിക്കണം കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാൻ വേണ്ടി. So how many of you knew how to pray from the beginning? ആദ്യം മുതലേ പ്രാർത്ഥിക്കുവാൻ അറിയുന്ന എത്ര പേരുണ്ട്? We learn. Our parents probably taught us, or when we came into a prayer group, we learned how to pray. നമ്മൾ പഠിച്ചു, പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിച്ചു. മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രെയർ ഗ്രൂപ്പിൽ വന്ന് ചേർന്നതിന് ശേഷം നമ്മൾ The പഠിച്ചിട്ടുണ്ടാകാം. same way you need to be trained to hear his voice. അതുപോലെ തന്നെയാവുന്നു കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളെ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. So our son, when he got into after 10th, he had to decide what he wants to do. ഞങ്ങളുടെ മകൻ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന് അവൻ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. So we said, you pray and find out. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. And then he slowly started praying and started over the next 2 years, he really learned how to hear God's voice. അങ്ങനെ അവൻ പതുക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 2 വർഷത്തിനുള്ളിൽ അവൻ തന്നെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. So by the time it was college time, he knew which college he had to go to. അപ്പോൾ കോളേജ് പഠനം ആരംഭിക്കുവാൻ സമയത്ത് തന്നെ അവന് തന്നെ മനസ്സിലായി ഏത് കോളേജിലേക്ക് അവൻ പോകണം. We just stood with him and guided him, but he started hearing. So it's a period of training that you have. ഞങ്ങൾ അവന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ അവനാകുന്നു ദൈവശബ്ദം കേട്ടിട്ട് പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. In Acts chapter 20 verses 22 to 23 it says, "And now compelled by the Spirit and obligated by my convictions, I'm going to Jerusalem," this is Paul speaking, "not knowing what will happen to me there, except that the Holy Spirit solemnly and emphatically affirms to me in city after city that imprisonment and suffering await me." അപ്പോസ്തലപ്രവർത്തികൾ 20:22-23 വരെ അവിടെ പൗലോസ് ആകുന്നു പറയുന്നത്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. That is God's inner voice speaking to him. അത് ആന്തരികമായ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ച കാര്യമാവുന്നു പൗലോസോട് It പറയുന്നത്. could be spontaneous thoughts. അത് പെട്ടെന്ന് വരുന്ന ചിന്തകളാവാം. I know sometimes suddenly some thought that I never thought about just comes into my mind. എനിക്കറിയാം ചില സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചിന്തകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നതായിട്ട്. So I check those and I think, okay, probably this is from God. And I've slowly learned, I think each one of us, we dismiss those spontaneous thoughts. അപ്പോൾ ആ ചിന്തകളെ ഞാൻ ഒന്നും കൂടി ഇരുത്തി പഠിച്ചിട്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൽ നിന്നുള്ളതാണെന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളും അതുപോലെ ഇരുന്ന് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളവയാകുന്നു. You can note those thoughts down. നമുക്ക് ആ ചിന്തകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. And if it comes again and if it is in aligned with the word of God, probably it is from God. അത് ദൈവത്തിന്റെ വചനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണെങ്കിൽ അത് ചിലപ്പോൾ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാകാം. So for me, the inner voice is definitely the voice that I hear the most. എനിക്ക് The way I listen to God most. എനിക്ക് മിക്കവാറും എൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ആന്തരിക ശബ്ദമാകുന്നു കർത്താവിൽ നിന്ന് ഞാൻ കേൾക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. And also, second thing is the word of God. രണ്ടാമതായി നമ്മൾ കേൾക്കുന്നത് ദൈവത്തെ ശബ്ദം കേൾക്കുന്ന ദൈവവചനത്തിലൂടെയാകുന്നു. John Wycliffe said, "The Bible is God's voice speaking to us just as truly as if we heard it audibly." ജോൺ വൈക്ലിഫ് ഇങ്ങനെ പറയുന്നു, ദൈവവചനം നമ്മളോട് സംസാരിക്കുന്ന ദൈവശബ്ദമാകുന്നു, അത് നമ്മളത് ശരിക്കും കേൾക്കുന്നത് പോലെയാണ്.
So truly, when you read the word, you have to read it as God speaking to you. നമ്മൾ എപ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മളത് എടുക്കേണ്ടത്. If you are not established in the word of God, the inner voice, you will not be able to be sure if it's from God or if it's yourself. നമ്മൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ആ ആന്തരിക ശബ്ദം ദൈവത്തിൽ നിന്നാണോ എന്ന് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. One day a woman comes to Jesus and says, a woman said, "Blessed is the woman that bore you." ഒരു സ്ത്രീ വന്ന് യേശുവിനോട് പറയാണ്, നിന്നെ ചുമന്ന ഉദരം അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളത്. And Jesus replies in Luke 11:28, he said, "More than that, blessed are those who hear the word of God and keep it." ലൂക്കോസിന്റെ സുവിശേഷം 11:28 അതിന് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. The inner voice will not contradict the word of God. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശബ്ദം ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായി വരികയില്ല. So it's important to be established in God's word. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എപ്പോഴും അടിസ്ഥാനമുള്ളവരാകുവാൻ നമ്മൾ തയ്യാറെടുക്കണം. I remember when I was working as an eye specialist. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ One morning I was reading a portion, and in that the word that came to me, that jumped up out of the scripture reading was, "I have told you these things that you may have peace. In this world you will have trouble, but I have overcome." ഞാനൊരിക്കൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാഴ്ചയിലേക്ക് വന്ന ഒരു വചനമാകുന്നു, നിങ്ങൾക്ക് സമാധാനം തരുവാൻ ഞാൻ വന്നിരിക്കുന്നു, ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത്. That word just jumped out of the page. അത് ആ ഒരു പേജിൽ നിന്ന് പെതുക്കെ പുറത്ത് വന്നതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. So it became Rhema. അതൊരു റേമ വചനമായിട്ട് മാറി. And I was thinking, Lord, things are okay. What is this word for? ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ എന്താണ് ഈ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ, what is the trouble coming? ഏത് കഷ്ടതയാണ് ഈ വരുന്നത് എന്നുള്ളത്. That day I went to work. ആ ദിവസം ഞാൻ ജോലി സ്ഥലത്ത് പോയി. And without asking me, I'd been working there for a number of years. They had decided to transfer me to another place. ഞാൻ ഒരുപാട് വർഷം ജോലി ചെയ്ത സ്ഥലമാണ്. അവർ പെട്ടെന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. Then I knew, oh, this is the Lord saying, in this world there are troubles, but I am there with you. I have given you peace and I will overcome. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം പറയുന്നത്, ഈ ലോകത്ത് കഷ്ടതയുണ്ട്, പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് സമാധാനം തരുവാനായിട്ടാണ്. So after receiving that word, you are able to face what comes in your way. ആ ഒരു വചനം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഷ്ടതയും നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും നമുക്കത് ഈസി ആയിട്ട് പോകും. There are so many times when the word of God has been spoken as an inner voice to me. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ദൈവവചനമാകുന്നു എൻ്റെ ഉള്ളിൽ ആന്തരിക ശബ്ദമായി വന്നിരുന്നുകൊണ്ടത്. And the next way that he speaks is through dreams and visions. ഇനി സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും കർത്താവ് സംസാരിക്കും. Dreams is one way, another way that the Lord often speaks to me. I haven't seen visions, but I have a lot of dreams. സ്വപ്നങ്ങൾ എൻ്റെ അടുത്ത് ദൈവം സംസാരിക്കുന്ന വേറൊരു വഴി എന്ന് പറയുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. ദർശനം ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷേ നിരന്തരമായി സ്വപ്നങ്ങൾ കാണാറുണ്ട്. One day I saw a dream in which there was a very old person. ഞാൻ ഒരിക്കലും ഒരു സ്വപ്നം കാണുകയാണ്, അതിൽ ഒരു വളരെ വയസ്സായ ഒരാളെ കണ്ടു. And I saw someone whom I knew in that place. അവിടെ തന്നെ എനിക്കറിയാവുന്ന വേറൊരാളെയും കാണുന്നു. And after some time I was sharing the gospel with that person, with the old person. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട വയസ്സായ ആളോട് ഞാൻ സുവിശേഷം പങ്കിടുന്നതായി ഞാൻ കാണുന്നു. I didn't know who this person, the old person was. അപ്പോൾ എനിക്കറിയില്ല ആരാകുന്നു ഈ വയസ്സായ വ്യക്തി എന്നുള്ളത്. Lo and behold, after 2 days I go and because someone was sick, I had to go there, and there was an elderly person who was very sick and I had to help a bit. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അസുഖം ബാധിച്ച ഒരു പ്രായമായ വ്യക്തിയെ കാണാൻ പോവുകയും അവിടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി. I shared the gospel. ഞാൻ അപ്പോൾ അവിടെ സുവിശേഷം പങ്കുവെക്കുന്നു. He accepted that day. ആ ദിവസം തന്നെ താൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. And only after 2 days I realized this was a dream, and the person whom I saw in the dream was in the house that time. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്വപ്നമാകുന്നുവല്ലോ ഇന്നലെ സംഭവിച്ചത്. ഞാൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. That is our God. അതാകുന്നു നമ്മുടെ ദൈവം. And I believe that God is going to activate dreams and visions in our church in a greater way. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയിൽ അധികമായിട്ട് സ്വപ്നങ്ങളും ദർശനങ്ങളും നമ്മൾ കാണുവാൻ ഇടവരും എന്നുള്ളത്. Prophecy definitely is an important way to receive God's word. പ്രവചനം അതുപോലെ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവശബ്ദം സ്വീകരിക്കുവാനുള്ള വേറൊരു വഴിയാകുന്നു. So you have to discern the prophecy and see whether it is right and then accept it, and that will really strengthen you.
നമ്മൾക്കൊരു പ്രവചനം കിട്ടിയാൽ നമ്മളത് വിവേചിച്ച് നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെ അത് അധികമായിട്ട് ഒരു സ്ട്രെങ്തൻ ചെയ്യും. Sometimes it's one prophetic word that will take you through a season. ചിലപ്പോൾ ഒരു വചനമായിരിക്കും നമ്മളെ ഒരു കാലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. There is the audible voice. അപ്പോൾ ഒരു കേൾക്കാവുന്ന ശബ്ദമുണ്ട്. I know many people want to hear that audible voice. പലർക്കും ആ ദൈവത്തിന്റെ കേൾക്കാവുന്ന ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. But it's okay, there are so many other ways. It's not often you hear the audible voice, so don't feel bad if you don't hear that voice, loud voice. അപ്പോൾ അങ്ങനെ കേട്ടില്ലെങ്കിൽ പോലും, അങ്ങനെ ദൈവം ഉറക്കെ സംസാരിക്കുന്ന കേട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശബ്ദം ഉണ്ടല്ലോ. Then we have godly counsel. ഇനി ദൈവികമായ ആലോചനയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. Whenever I hear something from the Lord, if it's an important decision, I bring it under godly counsel. ഒരു വാക്ക് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു ദൈവമക്കളുടെ കൂട്ടത്തിലോട്ട് വന്ന് ആ ദൈവികമായ ആലോചനയുടെ മുമ്പിൽ ഞാൻ ഇതിനെ വെക്കാറുണ്ട്. So when I came, I wanted to come into ministry. Someone gave me a word and I was not so sure. I just brought it to a close prayer partner. അപ്പോൾ ഞാൻ മിനിസ്ട്രിയിലോട്ട് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊരു വാക്ക് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന പങ്കാളിയുടെ മുമ്പിൽ കൂടെ ഞാനത് ഷെയർ ചെയ്യുകയുണ്ടായി. Then she said, "No, I don't sense it." അപ്പോൾ താൻ പറഞ്ഞു, ഇല്ല, എനിക്കത് സെൻസ് ചെയ്യുന്നില്ല. So I continued praying. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 year later, I come again with it. Then she says, "It's a time." 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഇതുമായിട്ട് ഈ ഒരു വചനമായിട്ട് എൻ്റെ കൂട്ടുകാരിയോട് പറയുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു, ഇത് സമയമായി എന്നുള്ളത്. There were other confirmations in me, but this helped me to just take that step boldly. അപ്പോൾ എൻ്റെ ഉള്ളിൽ പലതരത്തിലും കൺഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ പങ്കാളി അത് പറഞ്ഞപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ ധൈര്യം തന്നു. And also suppose I feel the Lord is telling me to do a particular type of ministry, I'd probably go to Dr. John and say, "Come, I feel this." He may say, "This, I don't think this is a time." അപ്പോൾ ഇനിയാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേകതരം ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് ദൈവത്തിൽ നിന്ന് വചനം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡോക്ടർ ജോണിനോട് നിശ്ചയമായിട്ട് ഇത് കൊണ്ടുപോയി പറയും. പക്ഷേ ചിലപ്പോൾ അദ്ദേഹം അത് പറയുമായിരിക്കാം, ഇതിപ്പോൾ സമയമായിട്ടില്ല എന്നുള്ളത്. And so then I'd keep it on the bench, and then after some time probably God will open the door. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കും. ആ തക്ക സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. Many of us feel when we hear the voice, if we don't do something about it, that we will miss that chance. പലപ്പോഴും നമ്മളൊരു വചനം കേട്ട് നമ്മൾ അതിനെ ഒന്നും കൈകാര്യം ചെയ്തില്ല എങ്കിൽ പല ചാൻസസ് നമ്മൾ മിസ് ചെയ്യാറുണ്ട്. But God sees our heart, that we are willing to obey. He will make a way when it's the time. പക്ഷേ കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാം. നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് വേറൊരു വഴി നമ്മൾക്ക് വേണ്ടി തുറക്കും. So those were the different ways we hear God's voice. അപ്പോൾ ഇതൊക്കെയാവുന്നു വിവിധ തരത്തിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്ന. What is the importance of hearing Him? ദൈവശബ്ദം കേൾക്കുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? The Creator knows why He made us. നമ്മുടെ സൃഷ്ടാവിന് അറിയാം നമ്മളെ സൃഷ്ടിച്ചതിന്റെ കാരണം. More than anyone, He knows our purpose. ഈ ലോകത്ത് വേറെ ആരെക്കാളും നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയാവുന്ന ദൈവത്തിനാണ്. So the best person to ask is Him. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവത്തിനോട് തന്നെ ചോദിക്കണം. Isaiah 30 verse 21, you can read it. യെശയ്യാ 30:21 പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. Amen. So He says you will hear the voice as you walk left and right. അപ്പോൾ യെശയ്യാവ് പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും എന്നുള്ളത്. Everything good is not God. നല്ലതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. So you may be busy with so many things and think this is from God, but really it may not be God telling you that. നമ്മൾ പല കാര്യങ്ങളിൽ ബിസി ആയിട്ടിരുന്നിട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന്. പക്ഷേ അത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണം എന്നില്ല. I think when we go to heaven, we'll have some surprises. നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ നമുക്ക് പല സർപ്രൈസസ് ഉണ്ടാവും. We'll probably go through that journey and God says, "You were not supposed to go this way. You were supposed to go that way." നമ്മൾ ഭൂമിയിൽ യാത്ര ചെയ്ത വഴികളൊക്കെ കാണിച്ച് ദൈവം പറയുമായിരിക്കും, നീ ഈ വഴിയിലൂടെ ആയിരുന്നില്ല യാത്ര ചെയ്യേണ്ടത്, പക്ഷെ നീ ഇങ്ങനെ പോയി. The most satisfying thing for us would be to fulfill God's purposes according to His plan. നമ്മളുടെ ഏറ്റവും സംതൃപ്തമായ ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവഹിത പ്രകാരം നമ്മളുടെ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാകുന്നു. Secondly, it's important to hear Him because we need a relationship with Him. രണ്ടാമത് നമ്മൾ ദൈവത്തെ കേൾക്കേണ്ടത് ആവശ്യം എന്തെന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. He has made us for fellowship. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഒരു കൂട്ടായ്മയ്ക്കാവുന്നു. Enoch walked with God. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. Just read Genesis chapter 5 verses 21 to 24. ഉൽപ്പത്തി 5:21 തൊട്ട് 24 വരെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു.
മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. So till he had had children, he was okay. After he had Methuselah, he said, I need to get to have a relationship with God. For you parents, definitely we need more to hear from God, how to bring up our children. ഹാനോക്കിന് സന്തതി ജനിച്ചതിന് ശേഷമാണ് ഹാനോക്കിന് ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായത്. നമ്മളാണെങ്കിലും മാതാപിതാക്കൾ എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ അധികമായി പ്രയത്നിക്കേണ്ടതാകുന്നു. So Enoch, in all the Bible, he is one of the few people who just wanted to walk with God. ഈ വചനത്തിൽ കാണുന്ന വളരെ ചുരുക്കം ചിലരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ദൈവത്തിനോട് കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചു. I'm asking you, I'm challenging you today, would you desire to walk with the Lord like Enoch walked? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ചാലഞ്ച് ചെയ്യുവാണ്, ഹനോക്ക് ദൈവത്തിനോട് നടന്നതുപോലെ ദൈവത്തിന്റെ കൂടെ God delights in that. ദൈവത്തിന് അതാകുന്നു ആഗ്രഹം. And the third thing is to understand the season you are in. മൂന്നാമതായി കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ദൈവശബ്ദം കേൾക്കണം. Could you read 1 Chronicles chapter 12 verse 32? 1 ദിനവൃത്താന്തം 12:32. ഇസ്സക്കാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ, അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. Amen. So the sons of Issachar knew the times, and the rest of the tribes knew that they're the ones who are hearing from God. And my prayer is that we will be a church that hears from God. അപ്പം ഇസ്സാക്കേരൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആൾക്കാർക്ക് കാലങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. മറ്റ് ഇസ്രായേലിൻ്റെ ട്രൈബ്സിന് അവർക്ക് അറിയാം, ഇസ്സാക്കേർക്ക് ഇത് അറിയാം എന്നുള്ളത്. അതുപോലെ ദൈവവചനമായ നമ്മളും കാലങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. We need to be conscious that Jesus is coming back. നമ്മൾ അധികമായി ബോധമുള്ളവരായിരിക്കണം യേശു തിരിച്ചു വരുന്നു എന്നുള്ളതിനെ. And we should be aware of what's going around us. അതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. Because if we don't understand the times, we will be offended with God. നമ്മൾ കാലങ്ങളെക്കുറിച്ച് അറിവുള്ളവരല്ല എങ്കിൽ നമ്മൾക്ക് ദൈവത്തിനോട് നീരസം തോന്നും. A word from God will change our perspective. ഒരു ദൈവത്തിൽ നിന്നുള്ളൊരു വചനം നമ്മുടെ ചിന്താഗതികളെ തന്നെ മാറ്റാൻ പറ്റും. I shared that earlier, that when I had a word from God, I could stand in that situation. ഞാൻ മുമ്പേ അത് പറഞ്ഞു, ഒരു വചനം എനിക്ക് കിട്ടിയപ്പോൾ ഒരു സാഹചര്യത്തെ നേരിട്ടുവാനുള്ള ശക്തി എനിക്ക് കിട്ടി എന്നുള്ളത്. What are some practical steps to hear from God? ദൈവത്തിൻ്റെ അടുത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നതെന്നുള്ളത്. First of all, set aside time to hear from Him. ഒന്നാമതായി ഉള്ള പ്രായോഗികമായ വഴി എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി സമയം മാറ്റി വെക്കണം. Habakkuk 2:1, you could read that. ഹബക്കൂക്ക് 2:1, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും എന്ന് എൻ്റെ അപരാധി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. So I will stand my watch and set myself on the rampart. അപ്പോൾ ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് കർത്താവ് എന്നോട് എന്തരളി ചെയ്യും എന്ന് നോക്കും എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. Make an appointment with God. ദൈവമായിട്ട് നമ്മൾക്കൊരു അപ്പോയിൻമെന്റ് വെക്കണം. I have a sofa in my living room where I sit every day in the morning and I spend time in His presence. എൻ്റെ ലിവിംഗ് റൂമിൽ ഒരു സോഫയുണ്ട്. അവിടെയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ദൈവവുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സമയം അവിടെയാവുന്നു. I'm sure God is excited to see it when you go to that place and said, my child has come there to hear my voice. എനിക്ക് ഉറപ്പുണ്ട് ദൈവത്തിന് ഒത്തിരി സന്തോഷമാകുന്നു നമ്മൾ അങ്ങനെ ഒരു സമയവും സ്ഥലവും ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. And take time to worship, because worship brings you into the presence fast. അതുപോലെ തന്നെ ആരാധിക്കുവാൻ സമയം എടുക്കുക, കാരണം ആരാധന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ അധികമായിട്ട് വേഗത്തിൽ കൊണ്ടെത്തിക്കും. So many times we come in prayer and all we're saying is all our troubles. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളുടെ കഷ്ടങ്ങളാണ് ദൈവത്തിന്റെ മുമ്പിൽ പറയുന്നത്. So cast your cares on Him before you get into listening to Him. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ആ കഷ്ടതകളെല്ലാം ദൈവത്തിലേക്ക് കൈമാറണം. Do you know sheep are not animals that carry burdens? ആടുകൾ ചുമട് താങ്ങാൻ ഉള്ള ഒരു മൃഗമല്ല. God said we are sheep, not camels. ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആടുകളാണ്, അല്ലാതെ ഒട്ടകങ്ങളല്ല. If we were camels, we could carry the burdens and also pray and hear. But we're sheep. നമ്മൾ ഒട്ടകങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് ആ ചുമടം താങ്ങി നമുക്ക് പ്രാർത്ഥിച്ച് കേൾക്കാമായിരുന്നു. So you need to just keep those burdens and say, Lord, take them. പക്ഷെ ഒരു ആടായതുകൊണ്ട് നമ്മൾ ആ ചുമടെല്ലാം ദൈവത്തിലോട്ട് കൈമാറിയിട്ട് പറയാണ്, കർത്താവെ ഞാൻ കേൾക്കുന്നു. And then hear from God. കർത്താവിൽ നിന്ന് കേൾക്കാം. And then expect to hear from Him every day. എല്ലാ ദിവസവും കർത്താവിൽ നിന്ന് കേൾക്കുവാൻ നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കണം. I'm guilty.
I'm guilty of not hearing him probably that morning sitting every day. എനിക്ക് പശ്ചാത്താപമുണ്ട് എല്ലാ ദിവസവും ഞാൻ കർത്താവിൽ നിന്ന് കേൾക്കുന്നില്ല എന്നുള്ളത്. But then, that morning, sometimes it's a busy time and I'm not able to. And I said, Lord, that's the most important thing. ഞാൻ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുന്നില്ല, പല തിരക്കിൽ പെട്ടുപോകും. പക്ഷെ ഞാൻ പറയുന്നു, കർത്താവേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. And sometimes in the course of the day, the Lord will probably slow me down and say, this is what I wanted to tell you. ചില സമയങ്ങളിൽ ദൈവം തിരക്കിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്ന എന്നെ ദൈവം ഒന്ന് സ്ലോ ചെയ്തിട്ട് പറയും, ഇതാകുന്നു നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. So expect him to speak every day. എല്ലാ ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുവാനും നമ്മൾ കേൾക്കുവാനും നമ്മൾ പ്രതീക്ഷയോടിരിക്കണം. Practice writing down what you hear. നമ്മൾ എന്താ കേൾക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതുവാൻ ശീലിക്കണം. Habakkuk 2 verses 2 to 3 says, you can read that. ഹബക്കൂക്ക് 2:2-3 യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. So many times these thoughts come and we forget them. But if you write it down, you can bring clarity of what God is speaking. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്തകൾ വരുമ്പോൾ നമ്മൾക്ക് കിട്ടിയ വചനം അതങ്ങ് നമ്മൾ മറന്നുപോകും. പക്ഷെ നമ്മൾ എഴുതി ശീലിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തത വരും, എന്താണ് ദൈവം നമ്മളോട് സംസാരിച്ചെന്നുള്ളത്. Neuroscience shows that whatever that is in our mind, and if we write it down, there is a clarity to that picture. അത് ശാസ്ത്രീയമായി സയൻസ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു കാര്യം ചിന്തയിൽ വരുന്നത് എഴുതി വെച്ചാൽ നമുക്കതൊരു വ്യക്തത വരുമെന്നുള്ളത്. And even probably reading that establishes it. അത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് നമ്മൾക്കതൊരു ഉറപ്പ് വരും. And so if you look at your old journals, you'll see what God has done and how faithful he has been. അങ്ങനെ നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ആ എഴുതി വെച്ചത് ഒന്നും കൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ദൈവം പറഞ്ഞ കാര്യത്തിനെ കുറിച്ചൊരു വ്യക്തത വരും. And then again check what you've heard with a prayer partner or someone who mentors you. നമ്മൾ കിട്ടിയ വചനം, നമ്മൾക്ക് ദൈവശബ്ദം കേട്ടിട്ട് കിട്ടിയതെല്ലാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ പങ്കാളിയോട് നമ്മളത് ഷെയർ ചെയ്യണം. So this way we can really hear God's voice. അങ്ങനെയാകുന്നു നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. Lauren Cunningham, the founder of YWAM, said, hearing God is not at all that difficult. ലോറൻ കണ്ണിങ്ഹാം പറയുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. If we know the Lord, we have already heard his voice. ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. After all, it is that inner leading that brought us to him in the first place. കാരണം നമ്മുടെ ആന്തരികമായ ആ ശബ്ദമാകുന്നു നമ്മെ ദൈവത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നത് തന്നെ. But we can hear his voice and still miss his best if we don't keep on listening. പക്ഷേ അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടും നമുക്ക് പലതും വിട്ടുപോയേക്കാം നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നില്ലെങ്കിൽ. After that first step of guidance comes the when and how. നമ്മൾ രക്ഷയിൽ വരുമ്പോഴുള്ള ആദ്യത്തെ ആ നയിക്കപ്പെടൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള നയിക്കപ്പെടൽ വരുന്നത്. So don't stop listening to God. അതുകൊണ്ട് നിർത്തരുത്, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. Let's pray. I just pray that today each one of you, some of you probably are not sure that you've heard from God, but today there'll be an opening of your spiritual ears. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളിൽ പലരും ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ചിലപ്പോൾ കേട്ട് കാണില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ചെവികൾ തുറക്കട്ടെ എന്നുള്ളത്. So Abba Father, Lord, I just call on your name. കർത്താവേ, നിന്റെ പേര് ഞങ്ങൾ വിളിക്കുന്നു. And I ask you to open up the ears. ഞാൻ ചോദിക്കുന്നു, കർത്താവേ, നീ ഞങ്ങളുടെ ചെവികളെ തുറന്നാട്ടെ. Open up spiritual ears. ഞങ്ങളുടെ ആത്മീയമായ ചെവികളെ നീ തുറന്നാട്ടെ. I just pray for a sharpness of the senses. ഞങ്ങൾ ഞങ്ങളുടെ അവയവങ്ങളുടെ ഒരു ഷാർപ്നെസ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That they will know your voice. നിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട്. That we will know your voice. നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. And we will follow you each day. ഓരോ ദിവസവും നിന്നെ അനുഗമിക്കട്ടെ. And in the end you will say, well done, my good and faithful servant. അവസാന നാളിൽ നീ പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളത്. I just pray for anyone who is struggling about hearing God's voice, that today there will be a breakthrough. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുവാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന്റെ ദിവസമാകുന്നു. I pray that there will be a fresh confidence that is hearing from God. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ആത്മവിശ്വാസം കിട്ടട്ടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട്. Sister Nancy, I sense for you the Lord is going to start speaking to you about things to pray. സിസ്റ്റർ നാൻസിയോട് ദൈവത്തിൽ നിന്ന് കേട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വരം കിട്ടുന്നതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. I just sense for Brother Jose also a new opening, a greater understanding of the things of God.
ബ്രദർ ജോസിന്റെ മേലെ ഞാൻ സെൻസ് ചെയ്യുന്നു ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിന്നൊരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്നുള്ളതിന്. And I just pray for each one of us that we will hear your voice. ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവശബ്ദം And കേൾക്കുമെന്നുള്ളത്, that we will obey. നമ്മൾ അത് അനുസരിക്കുകയും ചെയ്യുമെന്നുള്ളത്. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.